നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. മൊകേരി വള്ളിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച കർഷകൻ എ.കെ. ശ്രീധരന്റെ മകന് താൽക്കാലിക ഗവൺമെന്റ് ജോലി നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. നിയമസഭയിൽ കെ.പി. മോഹനൻ എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. സ്ഥിരം ജോലി നൽകുന്നതിനെക്കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്താമെന്നും മന്ത്രി. മൊകേരി വള്ളിയായിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ എ.കെ. ശ്രീധരന്റെ മകന് താൽക്കാലിക ഗവൺമെന്റ് ജോലി നൽകുമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. നിയമസഭയിൽ കെ.പി. മോഹനൻ എം.എൽ.എയുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. കൃഷിയിടത്തിലും നാട്ടിലേക്കും ഇറങ്ങിയിരിക്കുകയാണ് സാർ. എൻ്റെ ജീവമണ്ഡലത്തിൽ ഒരു നല്ല കൃഷിക്കാരനെയാണ് സാർ ഈ അടുത്ത ദിവസം കാട്ടുപന്നി ആക്രമിച്ച് കൊല ചെയ്തത്. അപ്പോൾ അതിലൂടെ നഷ്ടപ്പെട്ടത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് സാർ. അത് മാത്രമല്ല, ഈ മരണപ്പെട്ട സ്ഥലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ മന്ത്രി നേരിട്ട് വന്ന് അവർക്ക് വേണ്ട ആശ്വാസ നടപടികളുമായിട്ട് 10 ലക്ഷം രൂപ പ്രഖ്യാപിക്കുകയും 5 ലക്ഷം രൂപ നൽകുകയും ചെയ്തിട്ടുണ്ട് സാർ. പക്ഷേ ഇനി അവരുടെ കുടുംബം ജീവിച്ച് എങ്ങനെ മുന്നോട്ട് പോകുമെന്നതാണ് ഉള്ളത്. പന്നി ആക്രമണത്തിൽ മരണപ്പെട്ട ശ്രീധരൻ്റെ നിരാലംബരായ ശ്രീധരൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ മകന് സർക്കാർ ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കുമോ എന്നതാണ്. നിരാലംബരായ കുടുംബത്തെ സഹായിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി ലഭിക്കുന്നതിന് ചില പ്രഖ്യാപിത നിയമങ്ങളും നടപടിക്രമങ്ങളുമുണ്ട്. അങ്ങനെ മാത്രമേ സർക്കാർ സർവീസിൽ സ്ഥിരം ജോലി നൽകാനാവുകയുള്ളൂ. എന്നാൽ ബഹുമാനപ്പെട്ട മെമ്പറുമായി ആലോചിച്ച് ആ കുടുംബത്തിന് താൽക്കാലിക ജോലി നൽകുന്നതിനെക്കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുന്നതാണ്. മറ്റു കാര്യങ്ങൾ ഈ പൊതുചർച്ചയുടെ ഭാഗമായി നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാൻ കഴിയുമോ എന്ന് ആലോചിക്കാം. സ്ഥിരം ജോലി നൽകുന്നതിനെ കുറിച്ച് വിശദമായ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രി വള്ളിയായിലെ കർഷകൻ എ.കെ. ശ്രീധരന്റെ വീട് സന്ദർശിച്ചിരുന്നു. സമഗ്ര ന്യൂസ്, പനൂർ.